നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മുടെ സഹോദരൻ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 9ാം നാളിലും തുടരും. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിന് കൂടുതൽ സാധന സാമഗ്രികളും ഇന്ന് ഷിരൂരിലെത്തിക്കും. സോണാറും റഡാറും നടത്തിയ പരിശോധനയിൽ പുതിയ സിഗ്നൽ ഇന്നലെ കണ്ടെത്തി. അത് ട്രക്കിന്റെ ഭാഗങ്ങളാണോ എന്നാണ് സംശയിക്കുന്നത്. ഞാനിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. പുഴയുടെ ഏതു ഭാഗത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളും നൽകാം. തത്സമയ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഇത് ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. പുലർച്ചെ ഇപ്പോൾ തന്നെ ആ ഭാഗത്തെ ഏറ്റവും ഒടുവിലത്തുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കും. ഇത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇന്ന് തുടങ്ങുന്നതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പുലർച്ചെ ഈ സമയത്തുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. ഇത് ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയ ഭാഗത്തെ ഇടതുവശത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത് പുഴയോട് ചേർന്ന് ലക്ഷ്മൺ ധാബയുടെ കടയ്ക്ക് പിന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഇത് ഇന്നലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു പോകുമ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയാണ്. ഇന്നിപ്പോൾ നമ്മൾ 2 പുതിയ ചിത്രങ്ങൾ ഞാൻ അയച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ആ ഇമേജുകൾ കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ഇന്നത്തെ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. രാവിലത്തെ തെരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. 8:30 കൂടിയായിരിക്കും ഇന്ന് തെരച്ചിൽ പൂർണ്ണ സജ്ജമാവുക. ഉച്ചയോടുകൂടിയായിരിക്കും അത്യാധുനിക ശേഷിയുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് ക്വിക്ക് പേ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിൽ നടത്തുക. പുഴയുടെ ഒത്ത മധ്യത്തിൽ ഏകദേശം 100-120 മീറ്ററോളം ദൂരെ കിടക്കുന്ന ഈ മണൽ കൂന, ഈ മണ്ണിൻ്റെ കൂനയിലാണ് വലിയ പ്രതീക്ഷ നമുക്കുള്ളത്. മറ്റൊന്ന് ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്തും ഇങ്ങനെ 2 സ്പോട്ടുകളാണ്. ആ 2 സ്പോട്ടുകളും നമ്മൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഏതൊക്കെയാണ് സ്പോട്ട് നമ്പർ 1, സ്പോട്ട് നമ്പർ 2 തുടങ്ങിയ കാര്യങ്ങളും ഞാൻ പ്രേക്ഷകരുമായി വിശദീകരിക്കാം. ഇപ്പോൾ ട്രക്കിൻ്റെ ഭാഗമാണ് എന്ന വലിയ സംശയമുണ്ട്. എന്നാൽ അതേസമയം ഇന്നലെ 1.5 മണിക്കൂർ നേരം ആ ഭാഗത്ത് NDRFിൻ്റെയും നേവിയുടെയും സംഘം പരിശോധന നടത്തിയെങ്കിലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ പുതിയ മെഷീനുകൾ കൂടി എത്തുന്നതോടുകൂടി സാധ്യമാവും. ലോങ് റേഞ്ച് എക്സ്കവേറ്ററുകൾ അവിടെ എത്തുന്നുണ്ട്. റിട്ടയർഡ് മേജർ ഇന്ദ്രബാലനും സംഘവുമാണ് ഇന്ന് ഷിരൂരിലെത്തുക. ഉച്ചയോടുകൂടി ഷിരൂരിലെത്തുകയും ചെയ്യും. നമുക്കിപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഷിരൂരിൽ മണ്ണിടിഞ്ഞ ഈ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. പകരം ഇവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് മാധ്യമപ്രവർത്തകരെയും ഒപ്പം രക്ഷാപ്രവർത്തകരെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ മനാഫ് നാട്ടിലേക്ക് മടങ്ങും എന്ന വിവരമാണ് എനിക്ക് ലഭിച്ചത്. മനാഫ് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടോ, അതല്ല മനാഫും രഞ്ജിത്ത് ഇസ്രായേലിയും ആ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ടോ എന്ന വാർത്തയും ഞാൻ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാം. വളരെ നിർണായകമായ ചില വിവരങ്ങൾ വരുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് അല്പസമയത്തുള്ളിൽ ഞാൻ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ 9ാം നാളിലുള്ള ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, AK അഭിലാഷ്, രഞ്ജിത്ത് മന്നിപ്പാടി, സുബൈർ ഫൈസി, ഒപ്പം എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ദീപക് മലയമ്മ, നമ്മളുടെ ക്യാമറ കണ്ണുകൾ മിഴി തുറന്നിരിക്കുകയാണ്. 8 മണിയോടുകൂടിയായിരിക്കും അവിടെ എല്ലാവരും എത്തിച്ചേരുക. ഒരു 9-9:30 രക്ഷാപ്രവർത്തനം പൂർണ്ണ സജ്ജമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലെയും രക്ഷാപ്രവർത്തനം തുടങ്ങിയത് പൂർണ്ണ സജ്ജമായി ആരംഭിച്ചത് 8:30 ശേഷമായിരുന്നു. രാവിലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ എത്തും. NDRFിൻ്റെ സംഘങ്ങൾ എത്തും. മറു സൈഡിലൂടെയും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ഷിരൂരിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ് ദീപക്? അരുൺകുമാർ, അല്പസമയം മുൻപ് തന്നെ മിലിറ്ററി സേനാംഗങ്ങൾ ഇതിനകത്തേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് അപകടം നടന്നിരിക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ SDRF, NDRF, ഒപ്പം തന്നെ മിലിറ്ററി, നേവി ടീം അംഗങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ കേന്ദ്രീകരിക്കും. തുടർന്നായിരിക്കും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യുക. ഇന്നലെ തന്നെ റഡാർ, സോണാർ സിഗ്നലുകൾ ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് ആശാവഹമായ കാര്യമാണ്. ഒരു മെറ്റൽ പാർട്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് അർജുൻ്റെ ലോറിയാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ആ ഒരു കാര്യത്തിലാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞ കാര്യം, ഒരു ബൂം എക്സ്കവേറ്റർ എത്തിക്കുന്നുണ്ട്. അത് ഏതാണ്ട് 60 അടിയോളം നീളമുള്ളതാണ്. ആ നീളമുള്ള അതിൻ്റെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ ഡ്രഞ്ചിങ് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ലക്ഷ്മണൻ്റെ
ഇവിടെ കടയിരുന്നതിൻ്റെ പുറകുവശത്തേക്ക് ഉള്ള മേഖലകളിൽ ഉൾപ്പെടെ മണ്ണ് നീക്കം കൂടുതൽ സുഗമമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ആശ്വാസകരവുമാണ്. മറ്റൊന്ന്, ഈ നേരത്തെ തന്നെ നമ്മൾ പുറത്തേക്ക് വന്ന വിവരമാണ്. അതായത് ഒരു റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്വിക്ക് പേക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഒരു ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഏറ്റവും അടിത്തട്ടിലുള്ള ഇത്തരം ലോഹപ്പാട്ടുകൾ വരെ കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനം ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ എക്യുപ്മെൻ്റ് ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എം ഇന്ദ്രപാലൻ ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ ഒരു മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കും. ഏതെങ്കിലും മേഖലയിൽ അത്തരത്തിൽ ഒരു മെറ്റൽ പാർട്ട് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇന്ന് വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ലോറിയുടെ ഭാഗം ഏതെങ്കിലും പ്രദേശത്ത് തങ്ങിക്കിടക്കുന്നുണ്ടോ, ഈ നദിയിൽ തന്നെ മണ്ണ് പുതഞ്ഞ് കിടക്കുന്ന മേഖലയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയും. ഏതാണ്ട് 2.5 കിലോമീറ്റർ റേഞ്ച് വരെ ദൂരത്തിൽ പോയി പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രോൺ ബേസ്ഡ് സിസ്റ്റമാണ് എത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അല്പം കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു ദിനമാണ് ഇന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത് സജീവമായ ഇടപെടൽ നടത്തുന്ന ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്തുന്ന ടീം അംഗങ്ങളെയാണ്. ആ അർത്ഥത്തിൽ ഒരു സംയുക്ത ഓപ്പറേഷനിലേക്ക് സജീവമായി കൂടുതൽ എക്യുപ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടി പോകുമ്പോൾ അത് ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇത് വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അർജുനെ ഒന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ്. പല വിധത്തിൽ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. നിലവിലെ അന്തരീക്ഷ സാഹചര്യം എന്ന് പറയുന്നത് താരതമ്യേന മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷേ കനത്ത മഴയില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതും ഗുണകരമാണ്. ഇന്നലെയൊക്കെ വൈകിട്ട് നേവിക്ക് ഏതാണ്ട് 4 മണി 5 മണി സമയമായപ്പോഴത്തേക്കും തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി വന്നു. കാരണം പുഴയിലെ കുത്തൊഴുക്ക്, ഗംഗാവലിയിലെ കുത്തൊഴുക്ക് ആ തരത്തിലുള്ളതായിരുന്നു. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായി. അടിത്തട്ടിലേക്ക് പോയി ഡൈവേഴ്സിന് കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ നദിയിലുള്ള തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ നേവി സംഘം കാർവാറിൽ നിന്നെത്തി അത്തരത്തിൽ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ സകല മേഖലകളിലും കരയിലായാലും നദിയിലായാലും ആ തരത്തിൽ തന്നെ തെരച്ചിൽ നടത്താനുള്ള തീരുമാനമാണ് ഇതിനോടകം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിവിലിയൻസിനെ ആ മേഖലയിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ ഒരു വലിയ തിരക്കുണ്ടാക്കേണ്ട എന്നുള്ള തീരുമാനം അവർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടത്തോടു കൂടി ഏതാണ്ട് 8ഓളം സന്നദ്ധ പ്രവർത്തകരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ള അനൗദ്യോഗിക ഒരു വിവരം ലഭിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് പേർക്ക് അവിടേക്ക് പോവുകയും ഒപ്പം തന്നെ ഈ ഒരു രക്ഷാദൗത്യ സംഘത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ, അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ രക്ഷാദൗത്യം ആരംഭിക്കും. അത് ശുഭസൂചകമായ എന്തെങ്കിലും നമുക്ക് സമ്മാനിക്കുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്.